ആവേശം. എടാ മോന, ജിത്തു മാധവൻ, സുഷിൻ ശ്യാം, സമീർ താഹിർ, വിവേക് ഹർഷൻ. എന്നടാ പണ്ണി വെച്ചിറക്ക. എടാ മോനെ, ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരും? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ, ഉറപ്പ് ഉറപ്പ്. അന്യായ വൈബ് പടം. ജിത്തു മാധവന്റെ ആദ്യത്തെ സിനിമ രോമാഞ്ചം ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ദിസ് ഈസ് അഗൈൻ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എടാ മോനെ, രംഗണ്ണനും പിള്ളേരും ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ് ആണ്. നോക്കിയടാ രോമ എഴുന്നേക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ കാണാത്തൊരു ഫഹദ് ഫാസിൽ എങ്ങനെ അതേപോലെ പടം എന്ന് പറഞ്ഞാൽ വേറെ വൈബാ. ഈ സിനിമ ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ സിനിമ ട്രാക്കിലാവുകയാണ്. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആറാട്ടെന്ന് തന്നെ പറയാം. ആ രീതിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. അയ്യോ എന്റെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക, എന്തോ അപ്ലാസ്. ഇദ്ദേഹത്തിന്റെ മേക്കിംഗ് സ്റ്റൈലും സുഷിൻ ശ്യാമും കൂടി ചേരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും പടം കാണാൻ. ഇത് രോമാഞ്ചത്തിൽ എന്താണ് എനിക്ക് പേഴ്സണലി കിട്ടിയത് അതിൻ്റെ ഇരട്ടിയാണ് ഇതിലേക്ക് വന്നപ്പോൾ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ ആ ലെവലുള്ള പെർഫോമൻസ്. വേറെ ഒരു നടനെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. നോട്ട് ഇൻ ഇവൻ ഡ്രീംസ് ഒരിക്കലും പറ്റില്ല. അന്ത അളവൊക്കെയാണ് ഫഹദിയിൽ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. നെഞ്ചിലെ ധൈര്യവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും അത് ധാരാളം മതി എൻ്റെ നായകൻ. അദ്ദേഹം ഒരു രക്ഷയില്ല പറഞ്ഞാൽ വേർഡ്സിൽ കൂടെ പറയാൻ കഴിയില്ല. ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്. മാസ് കോമഡി അടിപൊളിയാണ്. ഇത് ആവേശമാണ്, ഫുൾ ആവേശം, റോമാൻസിനേക്കാളും ആവേശം. അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഈ ലെവലിൽ ഇതിനു മുൻപ് ചെയ്തിട്ടില്ല. ഹ്യൂമർ, ഫഹദ് ഇങ്ങനെ ഹ്യൂമർ ചെയ്തത് ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇത് അയാളുടെ കാലമല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത് വളരെ ഫ്ലെക്സിബിൾ, അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ്ലി ഇമ്പാക്ട്ഫുൾ. കാണുന്ന ആൾക്കാരിങ്ങനെ പിടിച്ചിരുത്തുന്ന പെർഫോമൻസ്. ഇട്ടടുത്തല്ല നല്ല കളക്ഷൻ. ഈ പുലി എന്നൊക്കെ പറഞ്ഞ എന്റെ മോനെ ഫഫേനെ രംഗണ്ണ, എടാ മോനെ വിളിച്ചു. ഓ പൊളിച്ചടുക്കി കളഞ്ഞു. ഇപ്പൊ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടി ഒരുമിച്ച് വന്ന ചെലുക്കായല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കണ്ടങ്ങിരിക്കുക. അറ്റ്മോസിലൊക്കെ നല്ല ഒരു 4K സ്ക്രീനിലേക്ക് ഇത് കാണുകയാണെങ്കിൽ അന്യ തിയേറ്റർ എക്സ്പീരിയൻസ്. ഷമ്മിയൊക്കെ ഔട്ടായി. ഇനി രംഗണ്ണൻ്റെ വരവാണ്. നൈസ് പടമാണ്. ഒരു സൈക്കോ വില്ലൻ ക്യാരക്ടറാണ്. കോമഡി എന്റർടൈൻമെന്റ് ആണ്. നൈസാണ്, എന്തുകൊണ്ട് നൈസാണ്. പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. എടാ മോനെ, ഞാൻ മിക്കവാറും നാളെ ഒന്നുകൂടി സിനിമ കാണും. കാരണം അത് കണ്ടങ്ങ് മതിയേയില്ല. സീരിയസ്ലി മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. പടം സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ.